ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ ദൂതന്മാരെക്കുറിച്ചും അവരുടെ ചില പ്രത്യേകതകളെക്കുറിച്ചും അല്പസമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു വാക്യം വായിച്ചു തുടങ്ങാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യങ്ങൾ. വേണേൽ 14 വായിക്കാം. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-വും 1000 1000-വും ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. സത്യവേദ പുസ്തകം അങ്ങനെ എഴുതുമ്പോൾ NIV-യിലും അതുതന്നെയാണ്. ചെറിയ വാക്കുകൾ വ്യത്യാസമുള്ളൂ. ഞാനൊന്ന് വായിക്കാം. പിന്നെ ഞാൻ ദർശനത്തിൽ 1000 1000-വും 10,000 10,000-വുമായി വളരെയധികം ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവർ സിംഹാസനത്തിനും ജീവികൾക്കും മൂപ്പന്മാർക്കും ചുറ്റും നിലകൊണ്ടിരുന്നു. അവർ അത്യുച്ചത്തിൽ ഇപ്രകാരം പാടി: അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും മാനവും മഹത്വവും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യൻ. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല ജീവികളും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും എന്നും എന്നേക്കും സ്തോത്രവും ബഹുമാനവും മഹത്വവും ശക്തിയും ഉണ്ടാകട്ടെ എന്ന് പാടുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ഇത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് 1-ാമത്തെ വാക്യത്തിൽ അതിനകത്ത് ഇങ്ങനെ വായിക്കുന്നു. ഞാനതങ്ങ് വായിക്കാം. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്: വേഗത്തിൽ സംഭവിക്കാനിരിക്കുന്നവ തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ ദൈവം അത് അവിടുത്തേക്ക് നൽകി. അവിടുന്ന് തൻ്റെ ദൂതനെ അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് നൽകി. ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതെല്ലാം യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഈ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ് എന്ന് എഴുതി വച്ചിരിക്കുന്നതിൻ്റെ ആ പുസ്തകത്തിലെ തന്നെ 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. സത്യത്തിൽ ഇതാണ് യഥാർത്ഥത്തിലുള്ള ആത്മിക ആരാധന എന്ന് നമുക്ക് മനസ്സിലാകും. ദർശനത്തിൽ 1000 1000-വും 10,000 10,000-വുമായി വളരെയധികം ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവർ സിംഹാസനത്തിനും ജീവികൾക്കും മൂപ്പന്മാർക്കും ചുറ്റും നിലകൊണ്ടിരുന്നു. അവർ അത്യുച്ചത്തിൽ ഇപ്രകാരം പാടി: അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ബലവും ജ്ഞാനവും മാനവും മഹത്വവും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യൻ. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല ജീവികളും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും എന്നും എന്നേക്കും സ്തോത്രവും ബഹുമാനവും ശക്തിയും ഉണ്ടാകട്ടെ എന്ന് പാടുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. അതായത് ദൂതന്മാർ ദൈവത്തെ നിരന്തരം ആരാധിക്കാനുള്ള ഉന്നത സൃഷ്ടികളായിരുന്നു. ദൂതന്മാർ ദൈവത്തെ നിരന്തരം ആരാധിക്കാനുള്ള ഉന്നത സൃഷ്ടികളായിരുന്നു. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികളായിരുന്നു. ആജ്ഞാനുവർത്തി എന്ന് പറഞ്ഞാൽ ആജ്ഞ അനുസരിക്കുന്നവർ. അങ്ങോട്ടൊന്നും ചോദിക്കാൻ പറ്റിയല്ല, ആജ്ഞ അനുസരിക്കുന്നവരായിരുന്നു. മൂന്നാമത്തെ കാര്യം, അവരെ നിർമ്മിച്ചത് പരിപൂർണതയുടെ മാതൃകയായിട്ടായിരുന്നു. ജ്ഞാനസമ്പൂർണനായിരുന്നു, സൗന്ദര്യം തികഞ്ഞവരായിരുന്നു, രത്നങ്ങളാൽ അലങ്കൃതമായിരുന്നവരായിരുന്നു, ആഭരണങ്ങളും അലങ്കാരങ്ങളും സ്വർണ്ണ നിർമ്മിതമായിരുന്നു, അഗ്നിമയ രഥങ്ങളുടെ മധ്യയായിരുന്നു യാത്ര. പിന്നെ ദൂതന്മാരെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച സാധനമല്ല, അല്ലെങ്കിൽ ആ സാധനങ്ങളല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ചത്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മണ്ണുകൊണ്ട് നിർമ്മിച്ച മനുഷ്യനെ ദൈവം അധികമായി സ്നേഹിച്ചതുകൊണ്ടും ഭൂമിയുടെ അധികാരം മനുഷ്യന് കൊടുത്തതുകൊണ്ടും ഇന്ന് ആകാശവാസികളായ ദൂതന്മാർക്ക് ദൈവത്തോട് മത്സരമുണ്ടായി. അതായത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. ദൈവം അധികമായിട്ട് ഈ മനുഷ്യനെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് ഭൂമിയുടെ അധികാരം മനുഷ്യന് കൊടുക്കുകയും ചെയ്തതുകൊണ്ട് ഇന്ന് ആകാശവാസികളായ ദൂതന്മാർ, അവർ ദൂതന്മാരെന്നല്ല അറിയപ്പെടുന്നത്, അവരിന്ന് സാത്താനാണ്.
അവർക്ക് ദൈവത്തോട് മത്സരം ഉണ്ടായി. എന്നാൽ അങ്ങനെയുള്ളവർക്ക് ദൈവത്തോട് മത്സരം ഉണ്ടായി. എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഹൃദയത്തിലുണ്ടായി. ഇനി ഒരു വാക്യം വായിക്കാം, ഉൽപ്പത്തി പുസ്തകം 3:19. നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. മണ്ണിൽ നിന്ന് നിന്നെ എടുത്തു, മണ്ണിലേക്ക് മടങ്ങുവോളം നീ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ആഹാരം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരിച്ചു ചേരും. അതായത് മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ വെറും പൊടിയാകുന്നു എന്നാണ് ബൈബിൾ എഴുതിയേക്കുന്നത്. മനുഷ്യൻ വെറും പൊടിയാകുന്നു എന്ന് പറഞ്ഞാൽ വെറും പൊടി, ഊതിയ പറക്കുന്ന പൊടി, വിലയില്ലാത്ത വെറും പൊടി. ഈ വാഹനങ്ങൾ നമ്മൾ ഈ റോഡുകളിൽ കൂടെ പോകുമ്പോൾ, താറിങ്ങൊന്നും ഇല്ലാത്ത റോഡുകളിൽ കൂടെ പോയാൽ വേനൽക്കാലത്ത് മണ്ണ് റോഡുകളിൽ കൂടെ പോയി കഴിഞ്ഞാൽ പറന്ന് പൊങ്ങുന്നത് പോലെയുള്ള വെറും പൊടിയാണ് മനുഷ്യൻ. ഈ പൊടിയാൽ സൃഷ്ടിച്ചവനെ പൊടി കൊണ്ട് സൃഷ്ടിച്ചവനെ ദൈവം അധികമായി സ്നേഹിച്ചതിനാലും ഭൂമിയുടെ മേൽ വാഴാൻ അധികാരം കൊടുത്തതിനാലും ഈ ദൂതന്മാരിൽ ഒരു വിഭാഗത്തിന് ദൈവത്തോട് മത്സരമുണ്ടായി. ദൈവത്തെ ഒന്നും ചെയ്യാനൊട്ട് കഴിയുകയില്ല. ദൈവത്തെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ എന്ന സൃഷ്ടിയെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെതിരെ ഇവന്മാരങ്ങ് തിരിഞ്ഞു. ഒരു പരിധിവരെ ഇന്ന് ഭൂമിയിലുള്ള മനുഷ്യരോട് ഈ ദൂതന്മാർ സാത്താന്മാരായവർ ഈ പോരടിക്കുന്നതിൻ്റെ ഒരടിസ്ഥാന കാരണമെന്ന് പറഞ്ഞാൽ അതാ, ഒരസൂയയിൽ നിന്ന് അത് മെയിനായിട്ട് ഉണ്ടായേക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അല്ലെ ദൈവത്തിൻ്റെ ഇഷ്ടം മഹത്വമൊക്കെ മനുഷ്യന് കൊടുത്തത് ഈ ദൂതന്മാരിൽ ഒരു വിഭാഗത്തിന് ദൈവത്തോട് മത്സരം ഉണ്ടാകാൻ കാരണമായി, അസൂയ ഉണ്ടാകാൻ കാരണമായി, അല്ലെങ്കിൽ അതൃപ്തി ഉണ്ടാകാൻ കാരണമായി. അതുകൊണ്ട് അവർ ദൈവത്തോട് മത്സരിച്ചത് ഹൃദയത്തിൽ മത്സരിച്ചു എന്ന് എഴുതുന്നത്. ദൂതന്മാർ യഹോവയുടെ രൂപസാദൃശ്യത്തിലുള്ളവരല്ല, ദൈവത്തിൻ്റെ രൂപസാദൃശ്യത്തിലുള്ളവരല്ല ദൂതന്മാർ. അവർ ആത്മാക്കളാണെങ്കിലും അവർ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും ഉള്ളത് മനുഷ്യരാണ്. ഈ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവന് ദൈവം അധികാരമൊന്നും കൊടുത്തിട്ടില്ല. ദൂതന്മാരെ സൃഷ്ടിച്ചേക്കുന്നത് ആരാധിക്കാൻ വേണ്ടിയാണ്. ദൈവത്തെ നിരന്തരം ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ചേക്കുന്ന ദൂതന്മാർക്ക് ദൈവം അധികാരമൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അങ്ങോട്ട് ആവശ്യപ്പെടാനും പറ്റിയല്ല, ആജ്ഞാനുവർത്തികളായതുകൊണ്ട്. ഇവന്മാർക്ക് ദൈവത്തെ സ്തുതിക്കാൻ മാത്രമേ കഴിയുള്ളൂ, പ്രാർത്ഥിക്കാൻ പോലും പറ്റിയല്ല. ദൂതൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നൊന്നും നമ്മളൊരിടത്തും വായിക്കുന്നില്ല. അതായത് ഈ അഗ്നിമയനായവനെ, സൗന്ദര്യ സമ്പൂർണനായവനെ, രത്നങ്ങളിൽ അലങ്കൃതമായിരുന്നവനെ, അഗ്നിമയ രഥങ്ങളിൽ യാത്ര ചെയ്തിരുന്നവനെ പൊടികൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ്റെ സേവനാത്മാക്കളാക്കി മാറ്റിയപ്പോൾ, പൊടികൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ്റെ സേവന ആത്മാക്കളാക്കി മാറ്റിയത് അവർക്ക് അസഹനീയമായി മാറി. അതുകൊണ്ട് മനുഷ്യനോട് മത്സരവും തുടങ്ങി. എന്തുകൊണ്ടാണ് ദൂതന്മാരിൽ ഒരു വിഭാഗം സാത്താനും അവൻ്റെ സൈന്യങ്ങളുമായി മാറി അന്തരീക്ഷത്തിൽ വസിക്കുന്നതും അവർ മനുഷ്യനോട് നിരന്തരം പോരാടുന്നതും എന്ന് ചോദിച്ചാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം ഇതാണ്. അതായത് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മണ്ണിലെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ഭൂമിയും അതിൽ വാഴാനുള്ള അധികാരവും ഒക്കെ മനുഷ്യന് കൊടുത്തപ്പോൾ അത് ദൂതന്മാർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ ദൂതന്മാർക്കും അല്ല, ദൂതന്മാരിൽ ഒരു വിഭാഗത്തിന്. ദൂതന്മാരുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, അവൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ദൂതന്മാർക്ക്, അതായത് ലൂസിഫറിൻ്റെയും അവൻ്റെ കൂടെയുള്ള ഒരു വിഭാഗം നേതാക്കന്മാർക്കും സഹിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് അവർ ദൈവത്തോട് മത്സരിക്കുകയും ഹൃദയത്തിൽ മത്സരിക്കുകയും അവസാനം അത് അന്തരീക്ഷത്തിൽ ആകാശത്തിൽ സ്വർഗത്തിൽ യുദ്ധമുണ്ടാകുകയും ഇവരെ ഒരു സംഘത്തിനെ അടിച്ച് അന്തരീക്ഷത്തിലേക്ക് അയക്കുകയും ചെയ്തപ്പോഴാണ് ഇന്ന് കാണുന്ന ഈ ആകാശ ശക്തികൾ എന്നത് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ദൈവത്തോടുണ്ടായ മത്സരത്തിൽ നിന്നുണ്ടായ സംഭവങ്ങളായതുകൊണ്ട് അത് മനുഷ്യനോട് പോരടിക്കുന്നതിൻ്റെ പുറകിൽ ഈ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ഹൗവയുടെ അടുത്തൊക്കെ ചെന്ന് മനഃപൂർവ്വം മനുഷ്യനെ വീഴിച്ച് കളയാനുള്ള പണികൾ ഇവൻ പ്ലാൻ ചെയ്തതിൻ്റെ പുറകിൽ ഇതായിരുന്നു അവൻ്റെ പദ്ധതി. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സഹായവും ദൈവം നമുക്ക് അധികമായി തരും എന്നുള്ളതാണ് ഇതിൻ്റെ മർമ്മം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ,
ദൂതന്മാർ, മനുഷ്യരുടെ സേവകാത്മാക്കളായ ദൂതന്മാരിൽ ഒരു വിഭാഗം ശത്രുവായി മാറിയതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട്, അതിൻ്റെ അടിസ്ഥാനം ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യരായ ഞങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ടും ഞങ്ങളെ ദൈവം അധികമായി സ്നേഹിച്ചതുകൊണ്ടും പൊടിയിൽ നിന്നെടുത്ത മനുഷ്യർക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ മാനവും മഹത്വവും ദൈവം മഹത്വം കൊടുക്കാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടും ആണ് ഇത്രത്തോളം വിഷയമുണ്ടായത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അദൃശ്യമായ ഒരു പിണക്കത്തിനുള്ള ഒരു കാരണം മനുഷ്യൻ്റെ മേൽ കിടക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ അധികമായ സഹായത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, അടിയങ്ങളെ ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമെല്ലാം യോഗ്യമായി ചെയ്ത് അനുഗ്രഹിക്കണം, കൃപയാൽ നടത്തണം. പ്രിയപ്പെട്ടവർക്കെല്ലാം കാര്യങ്ങളുടെ ആഴങ്ങൾ മനസ്സിലാകുവാൻ ദൈവം സഹായിക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.